എന്താടാ? അമ്മ ഇതെവിടാ? ഞാൻ പുറത്താ, നീ കാര്യം പറയ്. ഇവിടെ എന്തൊക്കെയോ ചില ദുരൂഹമായ ചലനങ്ങൾ നടക്കുന്നുണ്ട്. ദുരൂഹമായ ചലനോ? സാഹിത്യം വിട്ടിട്ട് കാര്യം പറയടാ. അല്ലമ്മേ, അന്ന് നിത്യനെ തല്ലിയെന്ന് പറഞ്ഞില്ലേ, അത് കള്ളു കുടിച്ചിട്ടുള്ള എന്റെ ഹാലൂസിനേഷൻ ആണെന്ന് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വാസം വന്നിട്ടില്ല. ഇവിടെ മുറി അടച്ചിട്ടിട്ട് എന്തൊക്കെയോ രഹസ്യ സംസാരങ്ങൾ നടക്കുന്നുണ്ട്. രഹസ്യ സംസാരോ? അതേനെ, എന്തോ കള്ളത്തരമുണ്ട്. ഇല്ലെങ്കിലേ ആ ദേവിക്ക് നിത്യയുടെ മുറി അടച്ചിട്ട് അതിനകത്ത് കയറിയിരിക്കേണ്ട കാര്യമുണ്ടോ? ഇനി അവള്, ആ നിത്യ, എന്റെ മുന്നിൽ അഭിനയിക്കുവാണോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അങ്ങനൊരു സംശയം നിനക്കുണ്ടെങ്കിലേ അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അന്നേ ഞാൻ അവിടെ കൈ പിടിച്ച് തിരിച്ചു നോക്കിയതാ. ചിലപ്പോ അവള് അന്നേരം വേദന കടിച്ചമർത്തി കിടന്നാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ അവൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങിയെന്നാണോ നീ പറയുന്നത്? അങ്ങനെ പൂർണ്ണമായിട്ട് റിക്കവർ ആയെന്ന് തോന്നുന്നില്ല. പക്ഷേ എന്തോ സംതിങ് റോങ്. അവളുടെ തള്ളയ്ക്കും വലിയ തള്ളയ്ക്കും ഇത് അറിയത്തില്ലേ? ഇല്ലെന്നേ, അവരെന്റെ പക്ഷമല്ലേ. ഇതിപ്പോ നിത്യയും ദേവികയും മനോഹരനും മാത്രം അറിഞ്ഞുള്ള രഹസ്യ ഇടപാടാ. ഈസി ആയിട്ട് കണ്ടുപിടിക്കണോടാ. കാൽവെള്ളയിലോ നഖത്തിനിടയിലോ ഒരു മുട്ടുസൂചി കയറ്റി നോക്ക്. അപ്പൊ അവക്ക് പാഴ്ത്തടി പോലെ കിടക്കാൻ പറ്റത്തില്ല. പക്ഷേ അന്ന് നടന്ന അവള് പറഞ്ഞ, നാവിന് ചലനശേഷി കിട്ടിയ വള്ളി പുള്ളി വിടാതെ എല്ലാം അവള് വിളിച്ചു പറയും. അതോടെ നമ്മുടെ പദ്ധതി മുഴുവനും പൊളിയും. അങ്ങനെ ഒരുപാട് ചിന്തിച്ച് നീ കാട് കയറണ്ട. കൊല്ലത്താണ് തുരങ്കമെങ്കിൽ ഇപ്പോഴേ കുനിയേണ്ട കാര്യമുണ്ടോ? അത് വരുന്നിടത്ത് വെച്ച് കാണാം. അല്ലാതെ ഇനിയിപ്പോ എന്ത് ചെയ്യാനാ? ഇതൊക്കെ കൊണ്ടാ നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞത്. അവളുടെ നാവിന് ജീവൻ വയ്ക്കും മുമ്പേ ആ ശ്വാസം എന്നേക്കുമായി തീർക്കാൻ. നമ്മൾ ശ്രമിക്കാനിട്ടല്ലോ, മുടിഞ്ഞുയരാ ആ ജന്തുവിന്. എന്തായാലും നീ ഇങ്ങോട്ട് വാ. വേണ്ടതെന്താണെന്ന് നമുക്കൊന്നിച്ചിരുന്ന് ആലോചിച്ച് തീരുമാനിക്കാം. ശരി, ഞാൻ വരാം.